ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ചോറിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. തേങ്ങ അരയ്ക്കേ വേണ്ട, തേങ്ങ അരച്ച് ബുദ്ധിമുട്ടുന്ന കറിയല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മത്തങ്ങയും പയറും ചേർത്ത് എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഇത് എരിശ്ശേരിക്ക് പകരമായിട്ട് മത്തങ്ങയും പയറും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. തേങ്ങ വേണ്ട, തേങ്ങ അരപ്പൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമാവും എന്നെനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു മത്തങ്ങയും പയറും കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വൻപയർ ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കണം എന്നില്ല. വെള്ളത്തിൽ സോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വിസിൽ കുക്കായി കിട്ടും, ഇല്ലെങ്കിൽ കൂടുതൽ വിസിൽ വേണ്ടി വരും. പിന്നെ 1/4 കിലോ മത്തങ്ങ ഈ ഒരു വലിപ്പത്തിൽ, അത്യാവശ്യം നമ്മൾ മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കുന്ന ആ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പിടി ഉള്ളിയാണ്. ഉള്ളി തന്നെ വേണം, സവോള ചേർക്കരുത്. പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയറ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കുക്കറിലേക്ക് മാറ്റാം. പയറിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് പയറൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. പയറിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇത് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം, വല്ലാതെ കുഴഞ്ഞു പോകരുത്. ഞാനിപ്പോൾ ഈ പയർ 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. 4 വിസിൽ വരുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് 3 വിസിൽ കുക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പയർ എത്ര വിസിലാണോ കുക്കാവുന്നത് അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് മത്തങ്ങ ചേർക്കുമ്പോൾ മാത്രം ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പയർ മാത്രം കുക്ക് ചെയ്യുക. പയറിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളവും ചേർക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പയർ കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിൽ വന്നു, കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഞാൻ ഇനി തുറക്കുകയാണ്. ഇത് കണ്ടോ, അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, പയർ ഓവർ കുക്കായി പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ കൂടെ തന്നെ നമുക്ക് മത്തങ്ങയ്ക്കും പയറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾ പയർ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ 1/2 കപ്പോ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ നന്നായിട്ട് ഉടഞ്ഞു വരണം. അതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ വീണ്ടും കുക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ പയർ വേവുന്ന സമയത്ത് വേറെ ചെറിയ കുക്കറിൽ മത്തങ്ങയും കുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ പയറിൻ്റെ കൂടെ മത്തങ്ങ കുക്കാവുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഇത് 2 വിസിൽ വരട്ടെ. ആ സമയം കണ്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഉള്ളി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം നീക്കാം. അപ്പോൾ ഇതിൻ്റെ 2 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും കുക്കായി കഴിഞ്ഞു. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ടല്ലോ, ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. കടുക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കടുക് ചേർക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഉള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ വൻപയറാണ്, ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മുടെ ഉള്ളിയുടെ കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മത്തങ്ങ വേവിക്കുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് വേവിക്കാം. ഇനി ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി വരണം. ഒരുപാട് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ട് ബ്രൗൺ ആയാൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കുഴമ്പ് പരുവത്തിലിരിക്കുന്ന ഒരു റെസിപ്പി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്രേവിയുമല്ല, വല്ലാതെ തിക്കുമല്ലാത്ത റെസിപ്പി. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എല്ലാ പർപ്പസിലും അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ മത്തങ്ങയിലേക്കും പയറിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഉള്ളിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചതച്ചത് ചേർക്കായിരിക്കും നല്ലത്.
അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പുട്ടിൻ്റെ സൈഡ് ഡിഷായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചില ആളുകൾക്ക് അപ്പത്തിൻ്റെ കൂടെ ഇഷ്ടമായിരിക്കും. ആ മത്തങ്ങയുടെ ചെറിയൊരു മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏത് റെസിപ്പിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാനില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ മത്തങ്ങയുടെ കൂടെ ചേർത്ത് വേവിച്ചിട്ടുണ്ട്. ഇനിയും മഞ്ഞൾപ്പൊടി ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചതച്ച വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി. ചതച്ച വറ്റൽമുളകാണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ മതി. എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും 1.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. മത്തങ്ങയ്ക്ക് മധുരം ആയതുകൊണ്ടാണ് നമ്മൾ ഈ 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി മുളക് പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേഗം തന്നെ മുളക് പൊടിയൊക്കെ കുക്കായി വരും. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായ എണ്ണയല്ലേ. അപ്പോൾ നമ്മുടെ മുളക് പൊടി കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ചേർത്ത് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള ഈ മത്തങ്ങ കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ മത്തങ്ങയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ കറി തിക്കായി വരികയും ചെയ്തു. ഇനി നമ്മൾ കറി തിക്കാക്കാനായിട്ട് ഇതിലേക്കൊന്നും ചേർക്കേണ്ട. ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മത്തങ്ങ പയർ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തേങ്ങ ചേർക്കാതെയും ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കണ്ടോ, പയറാണെങ്കിലും ഓവറായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ്. എന്നാൽ ആവശ്യത്തിന് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഗ്രേവി വേണം. അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. വല്ലാതെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. വല്ലാതെ ലൂസായി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.